എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ മൂന്നാം ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ വിജയമായിരുന്നു. 4 ദിവസം നീണ്ടുനിന്ന ഒരു തകർപ്പൻ മത്സരമായിരുന്നു ഇന്ത്യക്ക് ഇന്ന് വിജയം സമ്മാനിച്ചത്. മത്സരത്തിലുടനീളം ആധിപത്യം ഇന്ത്യക്കായിരുന്നു. കാരണം ബാറ്റിംഗിലും ബൗളിംഗിലും ഇംഗ്ലണ്ടിനെ തൂത്തുപറപ്പിക്കുകയായിരുന്നു ഇന്ത്യ. ഇംഗ്ലണ്ടിനെതിരെയുള്ള മൂന്നാം ടെസ്റ്റ് വിജയിച്ച ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ മത്സരം ഇത്രയും വലിയ ഒരു ലീഡോടുകൂടി വിജയിക്കാൻ ആയതിൽ അത്യധികം സന്തോഷമുണ്ട്. ഈ മത്സരം വിജയിക്കാൻ കഴിയും എന്ന വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ മത്സരത്തിലെ വിജയം ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമായിരുന്നു പരമ്പരയിൽ ലീഡ് നേടാൻ. ഇന്ത്യൻ താരങ്ങളെല്ലാം ഒന്നിനൊന്നും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഏറ്റവും പ്രധാനമായി എടുത്തുപറയേണ്ടത് ജയ്സ്വാളിന്റെ ബാറ്റിംഗ് ആണ്. അതുപോലെ ബാറ്റിംഗിൽ ഗില്ലും സർഫറാസും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ബൗളിംഗ് ആവട്ടെ, എല്ലാ ബൗളേഴ്സും വളരെ കൺസിസ്റ്റന്റ് ആയാണ് പ്രകടനം കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച ഒരു 11 തന്നെയാണ് ഇന്ത്യക്കായി ഇപ്പോൾ കളത്തിലിറങ്ങിയത്. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞാൻ വളരെയധികം സന്തുഷ്ടവാനാണ്. മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ പരമ്പരയിൽ ലീഡ് നേടിയ ഈ സാഹചര്യത്തിൽ ഇനിയുള്ള മത്സരങ്ങളിൽ യുവതാരങ്ങൾക്ക് അവസരം നൽകാനാണ് ഞങ്ങൾ പദ്ധതിയിടുന്നത്. അതിനായി BCCIയുമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ ആർക്കൊക്കെ അവസരം കിട്ടും, ആരൊക്കെ കളിക്കാൻ ഇറങ്ങും എന്നത് നമുക്ക് നോക്കി തന്നെ കാണാം. എന്തായാലും വരും മത്സരങ്ങളിലും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഈ പരമ്പര ഇന്ത്യ തന്നെ സ്വന്തമാക്കും എന്ന് അതിയായ വിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്നും രോഹിത് വ്യക്തമാക്കി. ഇന്ത്യ മികച്ച പ്രകടനം തന്നെയാണ് ഈ മത്സരത്തിൽ കാഴ്ചവെച്ചത്. കളിയുടെ എല്ലാ മേഖലകളിലും ഇന്ത്യക്കായിരുന്നു ആധിപത്യം. ഒരുപാട് മികച്ച പ്രകടനങ്ങൾ ഇന്ത്യക്കുണ്ടായിരുന്നു. എന്തായാലും വരും മത്സരങ്ങളിലും ഇതേ ഫോം തുടരാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പരമ്പരകളിലെ പോലെ തന്നെ ഈ പരമ്പരയും ഇന്ത്യക്ക് ഉള്ളതാകും എന്ന് ഉറപ്പാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.